ഇന്ന് ഞങ്ങൾ പോകുന്നത് ചങ്ങനാശ്ശേരിയിലേക്കാണ്. മാമിക്ക് തീരെ വയ്യാന്ന് വാപ്പിച്ച് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ സിയാനോട് ചോദിച്ചു എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ സച്ചുവിനെ സ്കൂളിൽ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ നേരെ ചങ്ങനാശ്ശേരിയിലേക്കാണ്. ഫൈസീനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. സച്ചു ഇല്ലാത്തതുകൊണ്ട് ഫൈസീനെ ഒറ്റയ്ക്ക് നിർത്താൻ ഒരു പേടി. അങ്ങനെ ഫൈസീനെയും അമ്മൂനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ഫുഡ് കഴിക്കാതാണ് ഇറങ്ങിയത്. അങ്ങനെ അന്നപൂർണ്ണയിലെത്തി ഞങ്ങൾ ഇഡലി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡും പിന്നെ ഇവിടുത്തെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ സച്ചിൻ്റെ സ്കൂളിലേക്ക്. സച്ചുവിനെ അതിനെ സ്കൂളിൽ ഇറക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നേരെ തെങ്ങനായിക്കാണ് വിട്ടത്. സിയാദിന് കോനാട്ടി പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കുറേ നാളായി മിനിമോളുടെ വീട്ടിൽ. എൻ്റെ മൂന്നാമത്തെ സഹോദരിയാണ്. ഈ മൂന്നാമത്തെ സഹോദരിയുടെ കാര്യം മാത്രം ഞാൻ പറയുന്നു. ബാക്കിയുള്ളവർ ഒരാൾ ഉത്തമപാളയമാണ് തമിഴ്നാട്, ബാക്കിയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഒരാൾ മദ്രാസിൽ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ മൂന്നാമത്തെ സഹോദരി എന്ന് പറയുന്നതുകൊണ്ടൊന്നും തോന്നില്ല. ആകെയുള്ള അടുത്ത് തെങ്ങനാനുള്ള മിനിമോളാണ്. അങ്ങനെ ഞങ്ങൾ മിനിമോളുടെ വീട്ടിൽ തന്നെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാനും ഒട്ടും പ്രതീക്ഷിക്കാതെ പോക്ക്. അങ്ങനെ മിനിമോയുടെ വീട്ടിലെത്തി. അങ്ങനെ മിനിമോക്ക് ആകെപ്പാടെ ഷോക്കായി പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഞെട്ടി നിൽക്കുവാണ്. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ മിനിമോൾ ആകെപ്പാടെ വെപ്രാളമാണ് കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെപ്രാളക്കാരിയാണ്. പിന്നെ അവിടെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ ശേഷം ഇറങ്ങി കേട്ടോ. ഇനി നേരെ മാമിയുടെ വീട്ടിലേക്ക്. അമ്മക്കുട്ടിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനി ആൻറ്റി എന്ന് പറഞ്ഞ് നിൽക്കുവേ. ഇറങ്ങിയത് കോനാട്ട് ഗ്രൂപ്പിലെത്തി. കട്ട പോസ്റ്റ് എന്നിട്ട് സിയാതെ ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ മാമിയുടെ വീട്ടിലെത്തി. അങ്ങനെ പറയാതെ ചെന്ന് കയറിയോണ്ട് എല്ലാവരും ഒരു കോലത്തിലായിരുന്നു. അതുകൊണ്ട് ആരുടെയും ഫേസ് കാണിക്കുന്നില്ല ഗൈസ്. ഞാൻ ആകെപ്പാടെ ഷോക്കായി പോയി. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് മാമിയായിട്ട് വർത്താനം പറഞ്ഞതിന് ശേഷം നേരെ വാപ്പച്ചിയുടെ കടയിലൊക്കെ. എല്ലായിടത്തും കുറച്ച് നേരം ഇരിക്കാനേ സമയമുള്ളൂ. കാരണം സച്ചുവിന് ക്ലാസ് കഴിയാൻ സമയമായി. വാപ്പച്ചി കൊച്ചുമക്കളെ കണ്ടതിന്റെ സന്തോഷം, മൂത്തോനില്ലാത്തതിന്റെ സങ്കടമുണ്ട്. അങ്ങനെ വാപ്പച്ചിക്ക് ഇവരെ കണ്ട എന്തെങ്കിലും സാധനം മേടിക്കാതെ വാപ്പച്ചി അടങ്ങത്തില്ല. അങ്ങനെ ബേക്കറി പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരട്ടെ എന്നായി ചോദിക്കുന്നത്. ഞങ്ങളെ കടയിലെടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കേക്കിന്റെ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ സിയാദിനെ സോപ്പിട്ട് നേരെ ആ കടയിലേക്കാണ് വിട്ടത്. ആവശ്യത്തിന് മാത്രം വാങ്ങിക്കാനുള്ള ഷിഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. മാഷാ അല്ലാ 3 ഓർഡേഴ്സ് കിട്ടിയായിരുന്നേ. മാഷാ അല്ലാ ഷിസോ കേക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിമും കൂടെ ഇട്ട് കേട്ടോ. എന്റെയും അമ്മുക്കുട്ടിയുടെയും പേര് വെച്ചിട്ട്. ഇത് വെറും ജോലിയായിട്ടല്ല, എൻ്റെ ഒരു പാഷനായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിയും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് ഭയങ്കര പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ക്ലാസ്സിനും കൂടെ ചേർന്നേക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക, ഓർഡർ നൽകുക. ഞാൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ എനിക്ക് പാക്കിങ്ങും എല്ലാ കാര്യത്തിലും ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അവിടുത്തെ ഷോപ്പിൽ നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് ഉള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതേ സച്ചുക്കുട്ടനെ വിളിക്കാൻ ഞങ്ങൾ എത്തി കേട്ടോ സ്കൂളിൽ. അവൻ റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. അവൻ മടുത്തു പോയെന്ന് പറഞ്ഞുകൊണ്ട് അവന് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക്. സിയാദ് ചുമ്മാ പറഞ്ഞു വാങ്ങിച്ചു തരത്തില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ ബഹളമാണ്. അങ്ങനത്തെ ഞങ്ങൾ ബേക്കറി കയറി കാപ്പിയും പപ്സും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ സിയാദിന് കോൾ വന്നു, നാളെ മീറ്റിംഗ് ഉണ്ടെന്ന്. ഈ മീറ്റിംഗിന് കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ടെൻഷനും പ്രയാസവും എല്ലാമാണ്. പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അതിൻ്റെ ടെൻഷനും പ്രയാസവും എല്ലാം, അതിൻ്റെ പിണക്കവും കൂടെ ഞാൻ കാണിച്ച് അതിനെ ഈ പറയുന്നത് അമ്മയും മോനും ഒരുപോലാന്ന് മുഖം കാണിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കാപ്പിയെല്ലാം കുടിച്ച് നേരെ പേട്ടയിലേക്ക്. അമ്മക്കുട്ടിക്ക് യൂണിഫോം വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് യൂണിഫോം വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്തേക്കണേ.